ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബംഗാളിലെ നന്ദിഗ്രാം അശാന്തമാണ്. ബി.ജെ.പി. പ്രവർത്തക രതിരണി ആരി കൊല്ലപ്പെട്ട സംഭവമാണ് നന്ദിഗ്രാമിൽ സംഘർഷങ്ങൾക്ക് വഴിവെച്ചത്. കൊലപാതകത്തെ തുടർന്ന് നന്ദിഗ്രാമിലെ സോനാചുരയിൽ വ്യാപക ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളാണ് രതിരണി ആരിയെ കൊലപ്പെടുത്തിയതെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. നന്ദിഗ്രാം ഉൾപ്പെടുന്ന തംലുക് ലോക്സഭാ മണ്ഡലത്തിൽ നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് വ്യാപകമായ ആക്രമണം നടന്നത്. എന്നാൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് അധികൃതരുടെ നിലപാട്. വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ തർക്കമാണ് വലിയ സംഘർഷത്തിനും ബി.ജെ.പി. പ്രവർത്തകയുടെ മരണത്തിനും കാരണമായത്. രതിരണിയുടെ മകനും ബി.ജെ.പിയുടെ എസ്.സി. മോർച്ച നേതാവുമായ സഞ്ജയ് ആരിക്കും ചില ബി.ജെ.പി. പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗ്രാമത്തിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ബി.ജെ.പി. ടി.എം.സി. പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാകുന്നത്. ഇതിനിടെ മകനെ തിരക്കിയെത്തിയ രതിരണിക്ക് നേരെയും ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ 7 പേരെ നന്ദിഗ്രാം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രതിരണി മരിക്കുകയായിരുന്നു. പിന്നാലെയാണ് മേഖലയിൽ വ്യാപകമായ ആക്രമണങ്ങൾ അരങ്ങേറിയത്. ബി.ജെ.പി. പ്രവർത്തകർ റോഡ് ഗതാഗതം തടയുകയും കടകൾക്ക് തീവെക്കുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെയും ആക്രമിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാർട്ടി നേതാവായ ദേബ് കുമാർ റോയിയുടെ വീട് ബി.ജെ.പി. പ്രവർത്തകർ കൈയേറിയതായി ടി.എം.സി. നേതാക്കൾ ആരോപിച്ചു. സംഭവ സമയത്ത് റോയ് വീട്ടിലുണ്ടായിരുന്നില്ലെന്നും തുടർന്ന് അക്രമകാരികൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെയും ആക്രമിച്ചതായും ടി.എം.സി. ആരോപിക്കുന്നു. എന്നാൽ ടി.എം.സി. ദേശീയ സെക്രട്ടറിയും ഡയമണ്ട് ഹാർബർ എം.പിയുമായ അഭിഷേക് ബാനർജിയുടെ പ്രേരണ പ്രകാരമാണ് പട്ടികജാതി സ്ത്രീക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് ബി.ജെ.പിയുടെ ആക്ഷേപം. പ്രതിപക്ഷ നേതാവും നന്ദിഗ്രാമിലെ ബി.ജെ.പി. എം.എൽ.എയുമായ സുവേന്ദു അധികാരിയാണ് ഇക്കാര്യം ആരോപിച്ചത്. ബുധനാഴ്ച മുതൽ പ്രദേശത്ത് കേന്ദ്രസേനയുണ്ടായിട്ടും അക്രമം തടയാൻ നിയോഗിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ ബംഗാൾ സർക്കാരിന് എതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകുമെന്നും ബി.ജെ.പി. നേതാവ് കൂട്ടിച്ചേർത്തു. 7 ദിവസത്തിനുള്ളിൽ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ജലസേചന വകുപ്പ് മന്ത്രി പാർത്ത ഭൗമിക്കും മുൻ വനംവകുപ്പ് മന്ത്രി രജിബ് ബാനർജിയും സോനാചുര സന്ദർശിച്ചു. കൊലപാതകത്തിൽ ടി.എം.സിക്ക് ബന്ധമില്ല എന്നും കുടുംബ വഴക്കിനെ തുടർന്നുള്ള പ്രശ്നമാണ് നടന്നതെന്നും രജിബ് ബാനർജി പറഞ്ഞു. നന്ദിഗ്രാമിലെ അക്രമ സംഭവങ്ങളെ അപലപിച്ചുകൊണ്ട് ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് രംഗത്തെത്തി. സംഭവത്തിൽ ഉടനടി നടപടിയെടുക്കാനും നടപടി സ്വീകരിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനും മുഖ്യമന്ത്രി ബോസ് ബാനർജിയോട് ഗവർണർ നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചാണ് രതിരണിയെ ആക്രമിച്ചത് എന്നാണ് പോലീസ് റിപ്പോർട്ട്. സംഘർഷത്തിൽ പരിക്കേറ്റ മറ്റ് 3 പേരിൽ 2 ആളുകളെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കൊൽക്കത്തയിലേക്ക് മാറ്റി.